നീ എന്താ ഉദ്ദേശിച്ച്? I want to wish you എന്താ? എനിക്ക് ഇവിടെ കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്യണം. നട്ടപ്പാതിരയ്ക്ക് പോയി വിഷയുടെ പരിപാടി നടക്കൂല മോനെ. വേണമെങ്കിൽ രാവിലെ 10 മണിക്ക് 11 മണിക്ക് പോയിട്ട് പറയാം. ഈ രാത്രിത്തെ പരിപാടി ഞാൻ നിർത്തി. ഉറപ്പാണോ? 1 തരം 2 തരം 3 തരം. എന്നാ പിന്നെ കഴിഞ്ഞ മാസം ബിസിനസ് ടൂർ എന്ന് പറഞ്ഞിട്ട് മോനെങ്ങട്ടാ പോയെന്നുള്ളത് ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും. നിനക്ക് തോന്നുന്നുണ്ടോ നീ പറഞ്ഞ അപ്പാട് പപ്പത് വിശ്വസിക്കുന്നു? തെളിവുകളൊന്നുമില്ലാതെ ഈ അമേഗ്ദേവൊന്നും പറയാറില്ല. അപ്പൊ എങ്ങനെയാ മിഡ് നൈറ്റ് വിഷിംഗ് ഓക്കെ അല്ലേ? ഇത് നിന്നേക്കാളും എന്റെ ആവശ്യമായി പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ മോനെ. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓളച്ചൻ ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ട് രാത്രി വരെ വീട്ടിൽ നിന്ന് ഇറക്കാന്നുള്ള പരിപാടി നിസ്സാര കാര്യമില്ല. ആ ഇറക്കാനുള്ള വഴി അതെനിക്കറിയാം. പക്ഷെ നീയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓളച്ചൻ ഭയങ്കര അവിടെ കിടന്ന് വിളിക്കാതെ ചേച്ചിനെ വിളിക്കും. എന്നിട്ട് ആ ചെറിയ അനിയത്തിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറ. ഹലോ അക്കു, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ ചേട്ടാ? എടോ കുഞ്ഞില്ല അവിടെ, അവളുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കൂ. കുഞ്ഞമ്മ കൂടെ പുറത്തേക്ക് പോയതാ. ഞാൻ അവരെ എത്തിയിട്ട് അങ്ങോട്ട് വിളിക്കാവേ. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. എന്താണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എക്സാം ഒക്കെ എടുത്തല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷനിലാണ്. മഞ്ച് 2 എണ്ണേ ഉള്ളൂ. ഒരു ഡയറി മിൽക്ക് ഉണ്ട്. ഇത് ഏതാ വേണ്ടത്? എനിക്ക് ഡയറി മിൽക്ക് മതി. ഡയറി മിൽക്ക് തരാം, പക്ഷെ 50-50 ആട്ടോ. അതെന്തു മടി? പിന്നെ ഈ ഡയറി മിൽക്ക് അമ്മൂച്ചിന്റെ കയ്യും കാലും പിടിച്ചിട്ടാ വാങ്ങിച്ചത്. അതും ഒരു പങ്ക് തരാതെ ഒറ്റയ്ക്ക് കഴിക്കാന്നോ? നടക്കൂല മോളെ. ശരി, നീ എന്നാലേ നിനക്ക് വേണ്ട എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് വെക്കോ. ഓക്കെ, ബൈ. കുഞ്ഞി പോലെ എന്ത് ചേച്ചി ചേച്ചിക്ക് വേണ്ടേ? ഞാൻ മൊത്തം കഴിക്കണേ കഴിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി മിഠായി കഴിച്ചതിന്റെ കൈ ഞാൻ വിട്ടു. പിന്നെ എന്തിനാണാവോ എന്നെ വിളിച്ചത്? എടാ, നിന്റെ അടുത്ത് ചേട്ടനെ അങ്ങോട്ട് തിരിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാൻ ചേട്ടനോട് വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞതായിരുന്നു. ചേച്ചി ആ ഫോൺ തരാം, ഞാൻ സംസാരിച്ചിട്ട് വരാം. അതെ, അധിക നേരം ആ ഫോണിൽ കഴിച്ചിരിക്കണ്ട. അമ്മു വല്ലതും കണ്ടാലേ ആദ്യം എനിക്കാവും കേക്ക്, പിന്നെയും നിനക്ക് കേക്ക്. അമ്മു ചേച്ചി തന്നെ, അത് ഞാൻ ഡീൽ ചെയ്യാം. എല്ലാ പ്രാവശ്യം ഇതാ പറയാറ്. എന്നിട്ട് തല്ല് കിട്ടുമ്പോ ആ മൂലക്ക് ഇരുന്ന് മോങ്ങും ചെയ്യും. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ അങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ. ബി പോസിറ്റീവ്. ചെല്ല്. ഹലോ ചേട്ടാ, എന്താ വിളിക്കാൻ പറഞ്ഞു? ഹലോ തമ്പുരാട്ടി. നിങ്ങളാണോ? മൂത്തവരടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല വേണ്ട നിനക്ക്? ഞാൻ അതിന് ഇത്ര മൂത്ത ആളൊന്നല്ലേ വിളിച്ചത്. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചത്. നിന്റെ ചേട്ടനോ? ഏത് വകയില്? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഈ കുറിപ്പ് സമ്മതിക്കൂല. മോളെ, വീട്ടില് മുതിർന്നവരാരെങ്കിലും ഉണ്ടോ? അപ്പോ നീ ഇതിനോട് കച്ചറ ഉണ്ടാക്കാനാണോ വിളിക്കാൻ പറഞ്ഞത്? നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഒരു മിനിറ്റ് സെറ്റാക്കാം. ഹലോ തമ്പുരാട്ടി, നീ ഒരു ഹെൽപ്പ് ചെയ്യോ? സോറി, ഞാൻ ഇങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറില്ല. എടി എനിക്കല്ല, അച്ചുചേട്ടന് വേണ്ടിട്ടാ. ഓക്കെ, എന്താ വേണ്ടി? അതായത് നാളെ നിന്റെ ചേച്ചിന്റെ ബർത്ത്ഡേ അല്ലേ? അതായത് എന്റെ അടുത്തമ്മയുടെ പുള്ളിക്കാർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പം ചേച്ചിയുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണെന്ന് പറയോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു ഇഷ്ടവും ഇഷ്ടക്കേടും അങ്ങനെ കണ്ട സാധനങ്ങളൊന്നും ഇല്ല. എന്ത് കൊടുത്താലും കഴിക്കും, എന്ത് കൊടുത്താലും വാങ്ങും, അത്ര തന്നെ. നൈസ് അച്ചു, നല്ലതാണ്. വളരെ നല്ല ഒന്നിനെ നിനക്ക് കിട്ടിയത്. അല്ല, നിന്റെ അമ്മു ചേച്ചി അവിടെ ഇല്ലേ? അമ്മു ചേച്ചി ഫോണിൽ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുക. എന്താ ചേട്ടാ, കൊടുക്കണം? നീ അമ്മുവിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. എനിക്ക് അമ്മയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അമ്മു ചേച്ചി, ചേച്ചിക്ക് ഒരു കോൾ ഉണ്ട്. ആരാ? അച്ചു ചേട്ടനാ? ജിതിൻ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാവേ. ഹലോ ചേട്ടാ. മോളെ, ഞാൻ അച്ചുവാണ്. ചേട്ടാ, എന്റെ അടുത്ത് ഇപ്പൊ കുഞ്ഞി പറഞ്ഞായിരുന്നു. എന്താ വിളിച്ച്? എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് പറ്റി? അച്ചു, ബാക്കി ഞാൻ പറയാം. ഫോൺ കിട്ടോ? ഡോക്ടർ ഭദ്ര. ഹലോ, ആരാ ഇത്? എന്റെ ഡോക്ടറെ, എന്നെ മറന്നാ? ഞാൻ വിചാരിച്ച എന്നെ മറക്കൂലെന്ന്. ഇയാളായിരുന്നോ? തനിക്ക് എന്താ വേണ്ടി?
ഡോക്ടറെ, ഞാൻ എൻ്റെ കാര്യത്തിന് വിളിച്ചതല്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചത്. അതായത് കാര്യം വളരെ സിമ്പിളാണ്. ഡോക്ടറെ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന കാര്യമുണ്ടല്ലോ, അതൊട്ടും ഇഷ്ടമല്ല. ഡയറക്റ്റ് കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. അതായത് നാളെ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ചേട്ടന് വിഷയമാണെന്ന് പറഞ്ഞു. അത് അർദ്ധരാത്രി തന്നെ വിഷയമാണെന്ന് പറഞ്ഞു. ആ അർദ്ധരാത്രി വിഷയമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പുറത്തിറങ്ങണം. അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്താ, ഒന്ന് പതിയെ പറയൂ. അത് ശരി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയാൻ പറഞ്ഞപ്പോ ഇപ്പൊ പതിയെ പറയാനോ? അതൊന്നും പറ്റൂല. എന്നാ ശരി, ഞാൻ കോള കെട്ടിയാണ്. ഇവനിത് മിക്കവാറും കുളവാക്കും. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും. എന്റെ ചേട്ടൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് ഇപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എടോ, താനിത് എന്താ പറയുന്നത്? തനിക്ക് എന്ത് ഹെൽപ്പാ വേണ്ടേ? ഡോക്ടർ, ഇവിടെ ഒരാൾക്ക് പ്രേമം അസ്ഥിക്ക് പിടിച്ച് വേറെന്തോ ഒരു അസുഖമായിട്ടിരിക്കുക. പുള്ളിക്കാരൻ പ്രേമിക്കുന്ന കുട്ടിക്ക് നാളെ അർദ്ധരാത്രി വിഷ് ചെയ്യണം. അതെന്ത് ബർത്ത്ഡേ വിഷ്? ഭയങ്കര പാടാണ് പ്ലാൻ ഒന്ന് വർക്ക് ചെയ്തെടുക്കാൻ. സോ ഡോക്ടർ വക ഒരു ഹെൽപ്പ് വേണം. താൻ കുറെ നേരം ഈ ഹെൽപ്പ് വേണം പറയുന്നത്. എന്ത് ഹെൽപ്പാന്നൊന്ന് തൊള്ള തുറന്ന് പറയൂ. എടി, അതല്ലേ ഞാൻ പറഞ്ഞത്, അർദ്ധരാത്രി വിഷ് ചെയ്യണം. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോന്ന്. എന്ത്? അത് നടക്കൂല, അച്ഛൻ അറിഞ്ഞ സീനാവും. ഒന്ന് പുറത്തിറക്കാനാണോ ഡോക്ടറെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? എടോ, താൻ വിചാരിച്ച പോലെയല്ല. ഇവിടുന്ന് രാത്രി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അച്ഛൻ എങ്ങനെ പറഞ്ഞ പിന്നെ അത് വലിയ പ്രശ്നമാകും. അച്ഛൻ അറിയാതൊരു വഴിയുണ്ട്, അത് ഡോക്ടർക്ക് ചെയ്തു തരാൻ കഴിയുമോ? താൻ പ്ലാൻ പറ, എന്നിട്ട് നോക്കാം. സംഗതി ഓക്കെ, കുറച്ച് റിസ്ക് ആണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിക്കാം. എന്നാ ഡോക്ടർ ഒന്ന് അച്ചുവേട്ടന്റെ ഫോണിലേക്ക് ഒരു മിസ് അടിക്കും. അച്ചു, എന്റെ അഭിമാനം പണയം വെച്ചിട്ടാണ് നിനക്കിപ്പോ ഞാൻ ഈ പ്ലാൻ ഉണ്ടാക്കി തന്നു. ഇത് നെങ്ങാനും നീ വഴുതി പോയാ? ഏയ്, എനിക്ക് മനസ്സിലാവൂടാ. പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇനി എന്താ നിനക്ക് മനസ്സിലാവാത്ത? നീയും കുഞ്ഞും തമ്മിലുള്ള പ്രശ്നം എനിക്കറിയാം. നീയും അമ്മും തമ്മിൽ എന്താ പ്രശ്നം? ദേവിയെ പെട്ട്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അവളെ കാണുമ്പോ എന്തോ എനിക്ക് കണ്ടുവിടും. എങ്ങനെ? അല്ല, അവക്ക് എന്തോ എന്നെ കാണുമ്പോ കണ്ടുകൂടാത്ത പോലെ തോന്നുന്നു. കയ്യിലിരിപ്പോണ്ടാവൂലല്ലേ? എന്റെ കയ്യിലിരിപ്പോ? എടാ പോടവിടുന്ന്, ഞാൻ നല്ല കുട്ടിയാ. നീ നല്ല കുട്ടി, അത് ഞാൻ നിനക്ക് സമ്മതിച്ചു തരണം അല്ലേ? അതെ, ഇവിടെ ഇരുന്ന് എന്റെ നെഞ്ചത്ത് കത്തി വെക്കണതിന് പകരം എന്താണോ വാങ്ങിക്കാനുള്ളത് അത് പോയി വാങ്ങിക്കി. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതാ. എടാ, അമ്മേന്റെ അടുത്ത് എന്ത് പറയും? മമ്മി അറിഞ്ഞ സീനാണ്. ഞാൻ പിന്നെ പണ്ടേ പുറത്താണല്ലോ. പിന്നെ നിന്റെ കാര്യം അത് നീ നോക്കണം. എടാ, നമുക്ക് മൂവിക്ക് പോവാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ. നീ ഇതിനു മുന്നേ ഏതെങ്കിലും നൈറ്റ് ഷോയ്ക്ക് പോയിടോ? ഇല്ല. എന്തേ? നല്ലതാ. ഇതും പറഞ്ഞോണ്ട് അങ്ങ് അമ്മയുടെ അടുത്ത് ചെല്ല്. പുള്ളിക്കാരി ചട്ടകം പഴിപ്പിച്ച് നിന്റെ ചന്തയ്ക്ക് വെക്കും. പിന്നെന്താ ചെയ്യാ? മതില് ചാടാൻ നീ തയ്യാറാണെങ്കിൽ വണ്ടി ഇറക്കാൻ ഞാൻ റെഡിയാ. എന്തുവാടാ, ഞാൻ നിന്റെ കൂടെ ഒളിച്ചോടി വരുന്നില്ലല്ലോ. നിന്നെ ഇവിടുന്ന് പാലക്കാട് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ രാവിലെ ഇവിടെ കയറി വരുമ്പോൾ അമ്മയുടെ അപ്പയുടെ ചോദ്യത്തിന് മുന്നേ നീ ഉത്തരം കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ഞാൻ സെറ്റാക്കാം. എന്നാ വാ, പോയി ഗിഫ്റ്റ് വാങ്ങാം. എന്താമ്മോ, നിനക്കെന്തൊരു ടെൻഷൻ? എനിക്കോ? ഇല്ലല്ല, ഞാനൊരു ഫയല് തെരഞ്ഞെടുക്കുക. നിന്റെ സാധനങ്ങൾ നീ എപ്പോഴും നീറ്റാക്കി വെക്കുന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ മാത്രം? ഞാൻ എത്ര നീറ്റാക്കി വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ എടുത്തു വെക്കുന്ന സാധനം സ്ഥലം മാറ്റി വെക്കാൻ ഇവിടെ ഒരു കുറിപ്പുണ്ടല്ലോ. ചേച്ചി മനസ്സാവാതെ കർണാടക അറിയാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഏത് ഫയൽ എടുക്കാനാ? എന്നാ പറ രുദ്ര, യെല്ലോ ഫയലോടെ. യെല്ലോ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്ന് വെച്ചിട്ട് എല്ലാ കോറും സാധനം എടുത്തോണ്ട് നടക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പം എങ്ങാനും എന്റെ റൂമിന്റെ ഷെൽഫിന്റെ അടിയിലോ അല്ലെങ്കിൽ ബോക്സിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ചേച്ചിയിലും കൊണ്ടുവച്ചായിരിക്കും. അല്ലാണ്ട് ഞാനൊന്നും അവിടെ കൊണ്ടുവെക്കത്തില്ല. അക്കു, നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഡി അമ്മോ, ഇതിനെ കൊല്ലാൻ പറ്റൂല. അല്ല, നീ വാ. അയ്യോ, നാട്ടുകാരെ ഓടി വരുന്നേ, എന്റെ ചേച്ചിമാരെന്നെ കൊല്ലാൻ പോണേ. അയ്യോ, എന്താ അവിടെ? ഒന്നുമില്ല അച്ഛാ, ഈ വരുന്ന ആനുവൽ ഡേക്ക്
സ്കൂളിൽ വെച്ചിട്ടൊരു നാടകമുണ്ട്, അതിന്റെ പ്രാക്ടീസിലാണ്. എന്ത് പരിപാടിയാണെങ്കിലും ഒച്ച കുറച്ച് സംസാരിക്കണം. അപ്പുറത്തുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. യെസ് ബോസ്. ഇനി എന്നെ വെറുതെ വിട്ടോടെ. ചേച്ചി, ഈ പാലമ്മ തരാൻ പറഞ്ഞു. എന്റെ അമ്മ അമ്മ ഒന്ന് എണീറ്റേ. ആ, എന്തോ ചേച്ചി, എന്തേ? എടി, എനിക്ക് വയറ് വേദനിക്കുന്നടി, ഒട്ടും പറ്റുന്നില്ല. അതെന്താ പെട്ടെന്ന്? പീരിയഡ്സ് ആണോ? അല്ലടി, പീരിയഡ്സ് ഒന്നുമല്ല, പക്ഷെ വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ലമ്മോ. നീ ഇന്ന ഡ്രസ്സ് ചേഞ്ച്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എടി, അത് വേണോ? ഈ സമയത്ത് പോണോ ഇനി? എടി, 10:30 ആയിട്ടുള്ളൂ, നീ വാ. അമ്മ, അമ്മ. എന്താ മോളെ? അക്കുറെന്ത് പറ്റി? അക്കു നല്ല വയറുവേദനയമ്മ. ഞാൻ അവളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഈ സമയത്തോ? ഞാനും വരുന്നല്ലേ. വേണ്ട അമ്മ, ഞാൻ നോക്കിക്കോളാം. എന്നാ മോളെ, ഞാൻ വരാം. എന്റെ അച്ഛ, ഉറക്കം ഒഴിച്ചിട്ട് വെറുതെ പ്രഷർ കൂട്ടി വെക്കല്ലേ. ഹോസ്പിറ്റലിൽ ദൂരമൊന്നുമല്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഞാൻ നോക്കിക്കോളാം. ഇന്ന് പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് ആദരം അവിടെ ഉണ്ടാകും. ആ മോളെ, എന്നാ നോക്കി നിൽക്കാതെ പോയിട്ട് വായോ. ഭദ്ര, ചേച്ചിക്ക് എന്ത് പറ്റിയടാ? എന്താന്നറിയില്ല, നല്ല വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇവിടെ കിടക്കും, ഞാൻ നോക്കാം. ആതിര, എന്തായി? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, അത് ഫുഡിന്റെ പ്രശ്നം, വേറെ ഒന്നുമില്ല. ഞാൻ വീട്ടിലൊന്ന് വിളിച്ച് പറഞ്ഞാട്ടെ. ആടെ, നീ അമ്മനെ വിളിച്ച് പറഞ്ഞു. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് പോവാട്ടോ. ഹലോ ചേട്ടാ, നിങ്ങൾ എവിടെ എത്തി? ഡാർലിംഗ്, ഞങ്ങൾ ഇപ്പൊ അവിടെ എത്തും. ചേച്ചി, നീ ഇപ്പൊ ഓക്കെ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. എന്നാ വാ, നമുക്കൊന്ന് നടക്കാം. ഇപ്പോഴോ? ഈ നേരത്തൊക്കെ നടക്കാൻ ആരും പോടി? ദൂരത്തേക്കൊന്നുമില്ല, ഈ ഹോസ്പിറ്റലുള്ളിൽ തന്നെ. ഒന്ന് വാ. ഇതാരെ ഇങ്ങനെ ഹോൺ അടിക്കുന്നത്? ഞങ്ങളാണല്ലോ ചേച്ചി ഇവിടെ എത്തിച്ചത്. എന്ത്? അതൊരു വലിയ കഥയാ, ഇപ്പൊ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. അമ്മു. എന്താ ചേട്ടാ? താങ്ക് യു. വര വെച്ചിരിക്കണു. അപ്പൊ പിന്നെ കാമുകനും കാമുകൻ ചെന്നാട്ടെ. എടി, ഇവിടെ എന്താ നടക്കുന്നേ? എല്ലാം പറഞ്ഞു തരാം, താമ്പാ. ഇവിടെ നിങ്ങട്ടെ പിന്നാരെ പോകുന്നു. ഡി ഡോക്ടറെ, ഇങ്ങോട്ട് വാ. എടാ വിടടാ, കൈ വിടടാ. എടാ കൈ വിടടാ. കേടന്ന് പെടക്കല്ലേ വേണേ, ഇങ്ങോട്ട് വാ. എന്റെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോഴും ആ കാര്യം ആലോചിച്ചിരിക്കുകയാണോ? അന്ന് പിന്നെ സംഭവിച്ചത് അറിഞ്ഞുകൊണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ? ഡോക്ടറെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, പറ്റിപ്പോയി, സോറി. തെറ്റ് തന്നെയാണ്, ഐ എം റിയലി സോറി. എങ്ങനെയുണ്ടായിരുന്നു ഡാർലിംഗ് ചേട്ടന്റെ പ്ലാനിങ്? 10 പൈസക്ക് കൊള്ളൂലായിരുന്നു. അല്ലെങ്കിലും നിന്റെ അടുത്തൊക്കെ അഭിപ്രായം ചോദിച്ചാൽ എന്നെ തല്ലാൻ ആളില്ല കേട്ടോ. എന്തിനാ വേറെ ആളെ വിളിക്കുന്നത്? ഞാൻ റെഡിയാണ് ഇതിന്. അയ്യാ, എന്താ പൂതി? തന്റെ പേരെന്താ? മൈ നെയിം ഇസ് അഗ്നിദേവ് വർമ്മ. ഇത്ര ബിൽഡപ്പ് ഒക്കെ വേണം ഒരു അഗ്നിദേവ് വർമ്മ എന്ന് പറയാൻ? എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറയാലോ, ഭയങ്കര ബോറാ. അതിനാരും നിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു? അന്ന് പോവേണേ അവിടുന്ന്. എടോ, തന്റെ ചേട്ടൻ എങ്ങനെയാണ്? അത് പൊന്നാണ്, 916 ഗോൾഡാണത്. തന്റെ ചേട്ടൻ വെള്ളമടി, കച്ചറ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, എന്റെ ചേച്ചിക്ക് നിന്റെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അവളുടെ അടുത്ത് പറഞ്ഞത്. ലൈഫിലേക്ക് ഒരാള് വരുമ്പം ഇന്നത് കണ്ടുപരിചയില്ലാത്ത ഒരാള്. തനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയണത് എന്താന്ന്? എടോ, തനിക്ക് ഞാൻ ഉറപ്പ് വരാം, തന്റെ ചേച്ചി ലോകത്തിന് വെച്ച് ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടിയാണ്.
അവൻ പൊന്നുപോലെ നോക്കിക്കോളും. പൊന്നിനേക്കാൾ നന്നായിട്ട് നോക്കും. കാരണം എന്റെ ചേട്ടനും എന്റെ ചേച്ചി എന്ന് വെച്ചാൽ ഇപ്പൊ ജീവനം. അവര് തമ്മിൽ കണ്ടിട്ട് 1-2 ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ ഈ ദിവസത്തിന്റെ ഇടയിൽ ആണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്റെ ചേച്ചിനെ കുറിച്ച്. ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു പെൺകുട്ടീനെ കുറിച്ച് പറയാത്ത ചേട്ടൻ ഇപ്പൊ പെട്ടെന്ന് ഒരു പെൺകുട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും അതിൽ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അവൻ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ ഈ വെള്ളമടി, തല്ല്, പിടി, അലമ്പ് ഈ വക പരിപാടിയിലൊന്നും എന്റെ ചേട്ടൻ ഉണ്ടാകത്തില്ല. കാരണം അവൻ അത്രയും പെർഫെക്റ്റാണ്. ഓക്കെ, തന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. കാരണം എന്റെ ചേച്ചി പാവോ. എന്തായാലും നിന്നെ പോലും തമ്പുരാട്ടിനെ പോലെ അല്ല ചേച്ചി എന്നുള്ളത് ആ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. എനിക്കെന്താണ് കുഴപ്പം? ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞു തന്നാ മതിയോ? ഇവരെ കൊണ്ട് പോടെ പട്ടി. സത്യം പറയാലോ, ആദ്യമായിട്ട് ഈ പട്ടി എന്നുള്ള വീട്ടിലേക്ക് ഒരു സുഖം തോന്നുന്നത്. ഇവിടെ താൻ ശരിക്കും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുകയാണോ? അയ്യോ, ഉത്തരം കൊടുത്ത മൂഞ്ചില്ലീശ്വര. ചിരിച്ചു തള്ളിവിട, വേറെ വഴിയില്ല. എടോ, തനിക്ക് കല്യാണം, ലവ് അഫെയർ അങ്ങനൊന്നുമില്ലേ? അത് ശരി, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അടുത്ത മാസം ചേച്ചിന്റെ എൻഗേജ്മെന്റ് കൂടെ എന്റെ എൻഗേജ്മെന്റ്. ഓ, ചെക്കനേതാ? എന്റെ സീനിയറാ. അപ്പൊ ലവ് മാരേജാ? നോട്ട് ബി ലൈക്ക് ദാറ്റ്, ബട്ട് സം കേസ്. എന്ന് വെച്ചാ? ആളെന്റെ സീനിയറാണ്. പലതവണ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പ്രൊഫഷണൽസിന്റെ സീരിയസ്നെസ് അറിയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അവരൊന്ന് സെറ്റിൽ ആയതിനു ശേഷം വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും ഓക്കെ ആണെന്ന് പറഞ്ഞു. എനിക്ക് വിരോധമില്ലെങ്കിൽ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? കൊള്ളാം, നല്ല മാച്ച് ഉണ്ട്. എന്താ ചെക്കന്റെ പേര്? ജതി. അഗ്നിക്ക് എന്തെങ്കിലും അഫെയർ? ഐ ഡോണ്ട് ലൈക്ക് കമ്മിറ്റ്മെന്റ്സ്. എന്താടാ, കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഒക്കെ സെറ്റ് അല്ലേ? എടാ അപ്പോ ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ മറന്നു. നീ കാറുന്ന ഗിഫ്റ്റ് ഒന്ന് എടുത്തു തരൂ. ഐഷ്, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോടാ. ഊക്കാനുള്ള സമയം ഞാൻ തരാം. നീ ആദ്യം പോയി ഗിഫ്റ്റ് ഒന്ന് എടുത്തോട്ട് വാ. ഇനിയിപ്പോ അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരണ്ടേ? നീ കുറച്ചും ഇങ്ങോട്ട് മുന്നോട്ടേക്ക് വാ. എന്ത് പറ്റി? അത് വേറൊന്നുമല്ല, ടെൻഷനിൽ ഗിഫ്റ്റ് എടുക്കാൻ മറന്നു. ചേട്ടൻ ആള് കോമഡിയാണല്ലോ. ഡോ, താനിവിടെ നിൽക്കുക അല്ലെങ്കിൽ എന്റെ കൂടെ വരുന്നുണ്ടോ? അതെ, ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമൊന്നുമില്ല. കൂടെ ഞാൻ വരാം. അപ്പൊ ഈ തൊള്ള മാത്രമേ ഉള്ളൂ അല്ലേ? ടീച്ചർ എന്താ ഇവിടെ? അത് ഈ നേരത്ത്? നിങ്ങളെന്താ ഇവിടെ? ഇവിടെ തന്റെ അടുത്തൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്തിനാ എന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത്? ഇതുപോലെ എത്ര പ്രാവശ്യം ഞങ്ങൾ ടീച്ചറെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട കാര്യം നടത്തി തന്ന പിന്നെ ഞങ്ങളെ വയറ്റിൽ നടക്കൂല എന്നുള്ളത്. അതൊരിക്കലും നടക്കൂല. അതെങ്ങനെ നടത്തിയെടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. വാടി ഇവിടെ. കയ്യിന്ന് വീട്, എന്റെ കയ്യിന്ന് വീടാനാ പറഞ്ഞത്. നിങ്ങളൊക്കെ ഏതാടാ? ഓ, അപ്പൊ ഇതാണ് അനന്തമാഷ് ഇറക്കുമതി ചെയ്ത് വരുത്തനല്ലേ? അവളുടെ ദേഹത്തൊന്ന് കൈയെടുക്കടാ. എടാ മോനെ, നീ നിന്റെ തരത്ത് പോയി കളിച്ചാൽ മതി കേട്ടാ. ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ഏരിയ, പിന്നെ ഞങ്ങളുടെ പെണ്ണും. എന്റെ പെണ്ണിനെ തൊടുന്നോ? പിന്നെ ഈ വെള്ളമടി, തല്ല്, പിടി, അലമ്പ് ഈ വക പരിപാടിയിലൊന്നും എന്റെ ചേട്ടൻ ഉണ്ടാകത്തില്ല. കാരണം അവൻ അത്രയും പെർഫെക്റ്റ്. ടീച്ചറെ നിങ്ങൾ എടുത്തോ, മറിച്ച് ഡോക്ടറെ ഞങ്ങളെ കൊണ്ടുപോവാ. ഡാഡാ, കൊച്ചു തീർക്ക, അത് ഇന്ന പ്രോപ്പർട്ടിയാ. അതിപ്പോ നിങ്ങൾ വിട്ടേക്ക്. അതപ്പോ ഒരു 10 മിനിറ്റ് മുന്നേ. എടാ, അതപ്പോ നിനക്ക് സെറ്റ് ആയത്? എടാ പൊട്ടാ, ഞാനൊരു പഞ്ചിന് പറഞ്ഞതാ. എന്റെ പുന്നാര മക്കളെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറയാം. എന്റെ അടുത്ത് കിട്ടിയ തല്ലിന് ഒരു 3 മാസം നിങ്ങൾ കടന്നാൽ മതി. പക്ഷെ ഇവനാണ് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഒരു 2-2.5 കൊല്ലം ഉഴിച്ചിലും കൊണ്ട് നടക്കേണ്ടി വരും. എടാ വാറ, അവളങ്ങ് കൊടുത്തു പോര്. അവളെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അയ്യോ ചേട്ടാ, തല്ലല്ലേ പ്ലീസ്. ഇത് ചേട്ടാ നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങൾ വെച്ചോ, എനിക്ക് വേണ്ടതിന്.
കരയല്ലേ, ഒന്നുമില്ല, കരയില്ല, അവര് പോയി. അച്ചു, നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്നവിടെ നിന്നേ. എന്താ? ഞാനെപ്പോഴാ തന്റെ പ്രോപ്പർട്ടി ആയത്? നീ ഇപ്പോഴും ഒരുത്തന്റെ സ്വന്തമല്ല. ഈ അഗ്നിയൊന്ന് മനസ്സ് വെച്ചാ നീ അവിടെ എന്റെ വീട്ടിലെത്തും എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ നിന്റെ സ്വഭാവത്തിന് ഊളംപാറയെ ബെറ്റർ. നിന്റെ അന്തി എന്റെ കൈ കൊണ്ടാടാ. നിക്കവിടെ. നീ പറയുമ്പോഴത്തേ നിന്ന് തരാൻ ഞാൻ നിന്റെ കുഞ്ഞമ്മന്റെ മോനാണല്ലോ. ഒന്ന് കൂടി വെക്കുന്നു.